ഹലോ ഹായ് നമസ്കാരം. സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കുറച്ചു കാലമായിട്ട് നമ്മളത് സോഷ്യൽ മീഡിയയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ശരിക്കുള്ളൊരു കാരണം നമ്മൾ തപ്പിപ്പോകുമ്പോഴേ അതിന് കാരണമാവുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റീൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്താണ് വെക്കുന്നത്. നിങ്ങളിപ്പോൾ ആ റീൽ പോയി കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള വളരെ റിഗ്രസീവായിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വൃത്തികെട്ട കമൻറ്റുകൾക്ക് പിന്നാലെ നിങ്ങൾ പോകും. ഈ റിയൽ റീസൺ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ പോയേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങൾ ആ റീൽ പോയി കാണണം. അതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. നല്ല എൻഗേജ്മെൻ്റ് ഒക്കെ കൊടുത്ത് ആ കണ്ടന്റ് ക്രിയേറ്ററിന് കുറച്ച് കാശ് കിട്ടട്ടെ. നമുക്ക് ആ യഥാർത്ഥ പ്രശ്നത്തിനൊന്ന് അഡ്രസ്സ് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ആമ്പിള്ളേർക്കെല്ലാം പെണ്ണ് കിട്ടാത്തത്? വളരെ പ്രമുഖരായ ഒരുപക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോസ് കാണാം. അതിനുശേഷം വിശദമായി സംസാരിക്കാം. ഈ സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, അത് ആൺകുട്ടിക്ക് വരും. അത് പിന്നീട് പെൺകുട്ടികൾ ജോലി ചെയ്ത് പെൺകുട്ടികൾക്കും വരാൻ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ സദാചാരത്തിന് പറ്റില്ല. സമ്പാദിക്കുന്നു എന്ന് അഹങ്കാരം കാണിക്കുന്നു. ആൺകുട്ടി സമ്പാദിക്കുമ്പോൾ പിന്നെ ഇപ്പൊ വീട്ടുകാര്യങ്ങളൊക്കെ അവനാ നോക്കുന്നത് എന്ന് പറയും. പെൺകുട്ടി സമ്പാദിക്കുമ്പോൾ എന്തൊക്കെ എവിടെ തുള്ളിയാലും ചെമ്മീൻ ചാടിയ പിന്നെ മുട്ടോളം പിന്നെ ചാടിയ ചട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. ഇപ്പൊ എന്റെ മോൻ പറയുന്നത്, ഞാനിപ്പോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ ഞാൻ ആ കുട്ടിയുടെ ഇഷ്ടം, ആ കുട്ടിയുടെ സൗകര്യം ഇതെല്ലാം ഞാൻ നോക്കണം. അപ്പൊ എന്റെ ഇൻഡിവിജ്വാലിറ്റി അവിടെ, എന്റെ താല്പര്യങ്ങൾ ഇത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ആ കുട്ടിക്കും സംഭവിക്കും. ഇനിയിപ്പോ ഞാൻ ലേറ്റായി വീട്ടിലെത്തിയ ഇയാൾക്ക് ദേഷ്യം വരും, ഞാൻ ലേറ്റായിട്ട് എത്തിയ ഇവൾക്ക് ദേഷ്യം വരും. പുറത്ത് പോകണമെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്റെ മോനൊക്കെ അമ്മയമോണെ എന്ന് പറഞ്ഞ് പോവുക ചെയ്യുന്നത്. പക്ഷെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ മാറിയപ്പോ പെൺകുട്ടികളാണ് വേഗത്തിൽ മാറിയത്. പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും ഞാനൊരു തമാശയായിട്ട് പറയും, വരാന്തയിൽ നിന്ന് കാപ്പി എന്ന് പറയുന്ന അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മാറാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും വേഗം ഡിവോഴ്സ് എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ന്യൂജൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കാലം മാറുന്നതിനനുസരിച്ച് റിലേഷൻഷിപ്പിന്റെ ഇത്തരം ഫോർമാലിറ്റീസ് കൂടി നമ്മൾ മാറ്റം ഓൾറെഡി മാറുന്നുണ്ട്. പക്ഷെ മാറിയത് കുറേ ആളുകൾ മനസ്സിലാക്കാനും മാറ്റത്തിനെ ഉൾക്കൊള്ളാനും പറ്റാത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരൊറ്റ പോർഷൻ മാത്രം എടുത്തു വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഒരു വൻ ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് പുരുഷ ഗ്രൂപ്പുകളൊക്കെ അറ്റാക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി ഒരു സ്ത്രീ ആയിരിക്കുമ്പോഴും അവർക്ക് 2 ആൺമക്കളാണുള്ളത്. അപ്പം ഈ പുതിയ ജനറേഷനിൽ വരുന്ന മാറ്റവും മാറിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഹെയ്റ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇതേ കാര്യം തന്നെ 2 പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള പൂർണിമ ഇന്ദ്രജിത്ത് അവർ സംസാരിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനോട് കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ട് തൊഴിലുണ്ടാവുക, ഒരാളെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുക, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക. കല്യാണം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ട്ണറോ അല്ലെങ്കിൽ ഏത് സാഹചര്യവും നമ്മൾ നിന്ന് മാറി നിന്നാൽ എനിക്ക് സ്വയമേ ജീവിക്കാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് നമ്മുടെ തൊഴിലാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് വളർത്തിയെടുത്തിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്നുള്ളതാണ് എന്റെ പ്രൈമറി സംഭവം. എന്റെ പ്രൈമറി വാല്യൂ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. പക്ഷേ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം നിർത്തിയിട്ട് കല്യാണം കഴിച്ചാലേ എന്നൊരു ചോദിക്കാം. ഈ പൂർണ്ണിമ ഇങ്ങനെ പറയുന്നത് അപ്പൊ പൂർണ്ണിയുടെ ജീവിതത്തിൽ നിന്നും അതല്ലേ പഠിച്ചത്? ചിലപ്പോൾ ഞാൻ അതായിരിക്കും പഠിച്ചത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഒരിക്കലും ഒരു പോസ് ബട്ടൺ അമർത്താതെ എന്റേതായ രീതിയിൽ ബിസി ആയിരിക്കാനും ആ ഫിനാൻഷ്യൽ എംപവർമെന്റ് വരുത്താനും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുത്താനും ഞാൻ കോൺസ്റ്റന്റ്ലി ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കും. ഈ തോട്ടിന്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് വിവാഹം തീർച്ചയായിട്ടും വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോയ്സ് ഇൻഡിവിജ്വലി നിങ്ങളുടേതാണ്. അതിലേക്ക് ആരും ഇടപെടാതിരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളത് നമ്മളോട് ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് ഇറ്റ് ഇസ് യുവർ ചോയ്സ് എന്ന് പറയാൻ എളുപ്പമാണ്, അത് നിങ്ങളുടെ തീരുമാനം എന്ന് പറയാനുള്ളത്. പക്ഷെ ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നത് ഇൻഡിവിജ്വലി ആൾക്കാർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമൂഹം പറയുന്ന ചോയ്സ് ആണ് അവർ എടുക്കുന്നത്. അത് അവരുടെ ചോയ്സ് ആണ് എന്ന് നമ്മൾ മാറി നമ്മൾ ആശ്രയിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ചോയ്സ് ആണോ എന്നുള്ളത് അത് ചിന്തിക്കാൻ പോലുള്ള സമയം പലപ്പോഴും ഉണ്ടാവില്ല. സമയമില്ലാന്നുള്ള സാഹചര്യം അതുകൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ അകത്ത് നിന്നും ഇത്തിരി മെച്ചൂരിറ്റി വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിന്റേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും. ഈ മൊത്തം പ്രോസസ്സിനെ അല്ലേ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. എനിക്കത് ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ അടുത്തൊന്നും അങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നമ്മുടെ ഒരു സദാചാര ചിന്തകൾക്കനുസരിച്ച്, നമ്മുടെ മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ ആചാരങ്ങൾക്കനുസരിച്ച് നീ എന്തായാലും കല്യാണം കഴിക്കണം, അത് ആരെ വേണം എന്നുള്ളത് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരാളെ നിനക്ക് ചൂസ് ചെയ്യാം. അതാണ് നിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന തീരുമാനത്തിലെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ടെന്ന് പറയുമ്പോൾ അയാൾ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് മുതൽ അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതൊന്നും നമ്മൾ പറയില്ല. നീ നമ്മുടെ എല്ലാ കണ്ടീഷൻസും ഒത്തുവരുന്ന ഒരു കുറച്ച് ഓപ്ഷൻസ് മുന്നിലേക്ക് വെക്കുമ്പോൾ അതിലൊരെണ്ണം നിനക്ക് ചൂസ് ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ചുരുട്ടി കൂട്ടി ഒരു മനുഷ്യനെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ പറയാം അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അല്ലെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഒരാളെ സെലക്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അതിന് എന്ത് രസമായിട്ടാണ് പൊളിച്ചെടുക്കിയത്. ഇവർ രണ്ടുപേരും കോമണായി സംസാരിച്ചിട്ടുള്ള കാര്യം 2 വീഡിയോ ക്ലിപ്പുകളും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിരിക്കും. സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം
അത് നൽകുന്നൊരു കോൺഫിഡൻസ്, അതിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ പുരുഷന് ജോലി കിട്ടി, ഇപ്പം ഞാനൊരു ഡിഗ്രി വരെയൊക്കെ എൻ്റെ വീട്ടുകാർ പറയുന്ന എല്ലാം അനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ്. എനിക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ ഞാൻ പതിയെ എൻ്റെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ തുടങ്ങും. ഞാൻ ചിലപ്പോൾ വീട്ടുകാരോട് ചോദിച്ചില്ല എന്ന് വരും. ചോദിച്ച് ചെയ്യുന്നവരുണ്ട്, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് ഒരു പുരുഷൻ ജോലി കിട്ടി അവൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയി തുടങ്ങുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നല്ല കാര്യപ്രാപ്തിയുള്ളൊരു പുരുഷനായി അവൻ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുന്നുണ്ട്. എന്തൊരു കോൺഫിഡൻസാണ്. പക്ഷേ ഇതേ കാര്യം ജോലി കിട്ടിയ ശേഷം സ്വന്തമായി തീരുമാനമെടുക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ, അവളിപ്പോൾ ഏത് സമയത്ത് ഇപ്പോൾ പുറത്തു പോകുന്ന കാര്യം, വീട്ടിലേക്ക് വരുന്ന സമയം, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യം, അവർ യാത്ര ചെയ്യുന്ന കാര്യം, കരിയറിലെടുക്കുന്ന ഡിസിഷൻസ്, അങ്ങനെ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അവർ സ്വന്തമായി തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോൾ സ്വന്തമായിട്ട് കാശ് വന്നു തുടങ്ങിയതിൻ്റെ അഹങ്കാരമാണ്. പുരുഷൻ കാണിക്കുന്ന അതേ കോൺഫിഡൻസിനെയാണ് ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അഹങ്കാരമാവുന്നത്? അവളൊരു പെണ്ണായതുകൊണ്ടാണ്. പെണ്ണായി കഴിഞ്ഞാൽ ഇത്രയൊക്കെ മതി. അതായത് വീട്ടുകാർ നോക്കും, വീട്ടുകാർ പറയും, അതിനൊക്കെ അനുസരിച്ച് നിൽക്കുന്നൊരു പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു പുരുഷനെ കൈ പിടിച്ച് ഏൽപ്പിക്കുകയാണ്. കൈ പിടിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന് പോറ്റാൻ കൊടുക്കുകയാണ്. മറ്റേ പശുവിനെയൊക്കെ വളർത്തണ പോലെയാണ്. നമ്മൾ ഇത്രയും നാൾ വളർത്തി കല്യാണപ്രായമൊക്കെ ആക്കിയിട്ടുണ്ട്, വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നേരെ മറ്റൊരു വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് ആ പുരുഷൻ്റെയും ആ വീട്ടിലുള്ള ആളുകളുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് അപ്പോൾ അവൻ ചിലവിന് കൊടുക്കും. അപ്പോൾ അവിടെ അങ്ങോട്ട് ഒതുങ്ങി ജീവിക്കുക എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് പെണ്ണ് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അഹങ്കാരിയാണ്. നമ്മൾ കുറേ കാലം ഒന്നും പറയണ്ട. ആക്ച്വലി ഇപ്പോഴും പല വീടുകളിലും പല പെൺകുട്ടികളും കേൾക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇന്ന കരിയറിലേക്ക് പോകണം, കരിയറിലേക്കൊന്നും പോകണ്ടെന്നേ, ഒരു പെർട്ടിക്കുലർ ഡ്രസ്സ് ഇടണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം പറഞ്ഞാൽ പോലും വീട്ടുകാർ പറയും ഇപ്പോൾ ഒന്നും പറ്റില്ല, കല്യാണം കഴിയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് വെച്ചാൽ അയക്കും, നമ്മൾ ഒന്നിലും ഇടപെടില്ല. അതായത് കല്യാണം കഴിയുന്നത് വരെ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. എന്തിനാണെന്നറിയോ? അതിനു മുമ്പ് ഇവളെന്തെങ്കിലും കാണിച്ചാൽ, അതായത് സമൂഹത്തിൽ ആർക്കെങ്കിലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ പേരുദോഷവും വീട്ടുകാർക്കാണ്, വളർത്തുദോഷമാണെന്ന് പറയും. എന്നാൽ ആൺകുട്ടിക്ക് അങ്ങനത്തെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പെൺകുട്ടി അവൾ ഇങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സ് ഇട്ടാൽ, ആ സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്കാണ് അതിൻ്റെ ചീത്തപ്പേരെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ കല്യാണം കഴിയട്ടെ എന്ന് പറയും. എന്നിട്ട് കല്യാണപ്രായമായി കഴിയുമ്പോൾ ഉപദേശത്തിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കും. അതെ, ഇത്രയും നാൾ നീ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടൊക്കെ ജീവിച്ചു, ഞങ്ങളെല്ലാ താളത്തിനും തുള്ളി, പക്ഷേ ദയവ് ചെയ്ത് നീ ആ ചെന്ന് കയറുന്ന വീട്ടിൽ നിൻ്റെ സ്വഭാവം കാണിക്കരുത്. നീ അവിടെ ചെന്നിട്ട് അവിടെ എല്ലാവരും പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചോണം, ഞങ്ങളുടെ പേര് ചീത്തയാക്കരുത്. എവിടെ ഇത്രയും കാലവും ഇതേ പേരുദോഷം പറഞ്ഞാണ് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഈ ചെന്ന് കയറുന്ന വീട്ടിലുള്ള ആൾക്കാർ തീരുമാനിക്കും. അതല്ലാതെ എന്തെങ്കിലും വന്നാൽ അപ്പോഴും ഈ പെണ്ണ് വീട്ടുകാർക്ക് പേരുദോഷം വരുമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിയുന്നവരുടെ വീട്ടുകാരുടെ കൺട്രോളിൽ, കല്യാണം കഴിഞ്ഞാൽ ഭർത്തൃ വീട്ടുകാരുടെ കൺട്രോളിൽ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനെ ഇങ്ങനെ പല രീതിയിലും മോൾഡ് ചെയ്ത് ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിശ്വസിച്ചിരിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ടാവും. കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ആ തിരിച്ചറിവ് വന്നിട്ടുള്ള സ്ത്രീകളുണ്ടാവും. ഇതെല്ലാം കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുട്ടികൾ തീരുമാനിക്കുക, ഞാൻ വീട്ടുകാരുടെ ചിലവിൽ നിൽക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്നു, മറ്റൊരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് പിന്നെ അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ഞാൻ ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ആ മകൻ പറഞ്ഞതുപോലെ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി എനിക്ക് നഷ്ടപ്പെടുകയാണ്. സ്വന്തമായ തീരുമാനങ്ങളുമായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പോരെ. ഇനി അതല്ല, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതെ ജീവിക്കാൻ എന്നോടൊപ്പം ചേരുന്നൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഒത്തുവരുന്ന സമയത്ത് കല്യാണം കഴിക്കാം എന്നാ പെൺകുട്ടി തീരുമാനിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ പറ്റുക? നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് കൃത്യമായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യാം. അതിലെ ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തതിന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തിരുത്തിയിട്ട് പോകാം. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് പെണ്ണ് കിട്ടുക എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുക എന്ന് പറയുന്ന പോലെ, ഞാൻ എന്തോ സ്വന്തമാക്കുന്ന പോലെ എനിക്കെന്തോ കിട്ടുകയാണ്. അതായത് ഒരു പെണ്ണ് കിട്ടിയിട്ട് വേണം എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ, എനിക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാൻ എന്ന് പറയുന്ന പോലെ ആ കിട്ടുക എന്ന് പറയുന്ന പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. പെണ്ണ് കിട്ടുകയല്ല, നമ്മളൊരു പാർട്ട്ണറെ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളതിന് എലിജിബിൾ ആവുകയോ ഡിസേർവിങ് ആവുകയോ ആണ്. ഈ മൃഗങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇണചേരേണ്ട സമയമാകുമ്പോഴേക്കും ആണുങ്ങളാണ് മെയിനായിട്ട്. 1-2 കേസുകളിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, അത് വേണം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ പുരുഷനായിട്ടുള്ള ആൾ തൻ്റെ കഴിവും സൗന്ദര്യവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പല ആക്റ്റുകളും നടത്തും. പ്രകൃതിയിൽ അങ്ങനെ സുന്ദരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇയാൾ എനിക്ക് പറ്റിയൊരു ഇണയാണ് എന്ന് പെണ്ണായിട്ടുള്ള ജീവിക്ക് തോന്നുകയും അവിടെ അവർ കൺവിൻസ്ഡ് ആവുകയും അവർ ഒരുമിച്ച്
ഇണ ചേരുകയും പിന്നെ മുട്ടയിടുകയോ പ്രസവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ പരിപാടി തുടങ്ങുന്നു. ഇവിടെ സംഭവിക്കുന്ന പരിപാടി എന്താ പറയുക, ഇവിടെ ആർക്കും ആരെ ഒന്നും ബോധിപ്പിക്കാനൊന്നുമില്ല. ആണിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആളുകൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് അവിടെ ചെല്ലുന്നു. ഒരു പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും ചെല്ലുക. ആ പെണ്ണ് പരമാവധി ഒരുങ്ങി ഈ വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യാൻ പാകത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരമാണെങ്കിലും സൂപ്പറാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ കുറവുകളുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറേ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ആയിട്ട് പോയി അതിനെ അങ്ങ് ചെക്ക് ചെയ്തിട്ട് അത് നമ്മുടെ കുടുംബത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെണ്ണു വീട്ടുകാരും കുറേ ഡിമാൻഡുകളൊക്കെ വെക്കാറുണ്ട്, പെൺകുട്ടികൾ കുറച്ച് ഡിമാൻഡുകൾ വെക്കാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും സംഭവിക്കുന്നത് ഈ ചെക്കൻ്റെ വീട്ടുകാർ നേരെ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈ പെണ്ണെന്ന് പറയുന്ന പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക, എന്നിട്ട് അത് സ്വീകരിക്കുക. ഇതിങ്ങനെ വെറുതെ കിട്ടിയ, അതായത് പെണ്ണ് കാണാൻ പോയാൽ വീട്ടുകാരൊക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് ഒരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്നാൽ എനിക്കൊരു പെണ്ണ് കിട്ടും എന്ന് പറയുന്ന അങ്ങനെ കിട്ടുന്ന പരിപാടിയല്ലെന്നും ഇത് നമ്മൾ ഏൺ ചെയ്യുകയാണെന്നും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്റ്റിൻ്റെയും പരിഗണനയുടെയും ഒക്കെ ഭാഗമായിട്ട് നമ്മളിലുള്ള ആ നല്ല പാർട്ട്ണറെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ കൂടെ നിൽക്കുക അല്ലെങ്കിൽ കൂടെ കൂടുക എന്ന് പറയുന്ന ആ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് നമുക്കിത് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും കല്യാണം കഴിക്കാതെ മരിച്ചു പോകുന്നതല്ല ചെയ്യുന്നത്. ഇവിടെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുമിച്ചുള്ള ജീവിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്, രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ട് സുന്ദരമായിട്ട് അവരുടെ ജീവിതം ജീവിക്കുന്നുണ്ട്. മറ്റേ കിട്ടാൻ നോക്കി നിൽക്കുന്നവർക്കാണ് ഇവിടെ കിട്ടാതെ പോകുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, തങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ സന്തോഷങ്ങൾ, ഇതൊക്കെ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി അടിയറവ് വെക്കേണ്ടി വരുമോ എന്ന് പറയുന്നൊരു തോന്നലാണ്. അതിനെ ഭയം എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ഒരു തിരിച്ചറിവാണ്. എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതനുസരിച്ച് എനിക്ക് ജീവിക്കണം. അതാണ് ഈ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, എൻ്റെ ഒപ്പം വരുന്ന പാർട്ട്ണർ അതിന് ചേരുന്ന ഒരാളല്ലെങ്കിൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ? അപ്പോൾ കല്യാണം എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എനിക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് എൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ വിവാഹം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അവിടെ നമ്മൾ ആൺപെൺ വ്യത്യാസം ഒന്നും കണ്ടു. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ മകൻ പറഞ്ഞതുപോലെ ഇവിടെ പുരുഷന്മാരും അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട്, സ്ത്രീകളും അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവിടെ പൂർണിമ പറഞ്ഞ കാര്യമാണ്, കല്യാണം കഴിക്കണോ വേണ്ടിയോ എന്നുള്ള ആ തീരുമാനം മുതൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ പെൺകുട്ടികളെയാണ് മെയിനായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പെണ്ണ് കിട്ടാത്തവന്മാർക്ക് പെണ്ണ് കിട്ടാത്ത എന്ന് പറയുന്ന കാര്യം? ഇവിടെ പോറ്റാൻ ഒരാളുടെ ആവശ്യമില്ല എന്ന് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. കാരണം വീട്ടുകാർ ആദ്യം പോറ്റുകയായിരുന്നു. അങ്ങനെ പോറ്റി വളർത്തി ഒരു പ്രായമാകുമ്പോഴേക്കും ഒരു ചെക്കന് കൊടുക്കുകയാണ്. അവൻ കൊണ്ടുപോയി അതിനെ പോറ്റുക. ഞാൻ നിന്നെ പോറ്റുന്നതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, എൻ്റെ വീട്ടുകാരെയൊക്കെ നീ നോക്കണം. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇയാൾക്ക് കുറച്ച് സൗകര്യങ്ങളും കുറച്ച് കൊച്ചു സന്തോഷങ്ങളൊക്കെ കൊടുത്ത് പോറ്റുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് പുരുഷന്മാരിവിടെ ചെയ്യുമായിരുന്നു. അങ്ങനെ പോറ്റാൻ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വേറൊരാളുടെ ചെലവിൽ ജീവിക്കേണ്ട ഒരവസ്ഥയിൽ ഇന്ന് സ്ത്രീകളില്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സമൂഹം അഹങ്കാരമായി കാണുന്ന അവരുടെ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ പഴയ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അമ്മമാരോടോ അല്ലെങ്കിൽ അമ്മായിമാരോടോ മക്കളോടോ ഒക്കെ ചില പുരുഷന്മാർ നെഞ്ചും വിരിച്ചതെന്ന് പറയുന്ന ഡയലോഗുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഡയലോഗ് വളരെ കോമൺ ആണ്. ഇതെൻ്റെ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നതേ നടക്കുള്ളൂ. സ്വന്തമായിട്ടൊരു വീട് പോലും ഒരു പെണ്ണിനും ഇവിടെ ഇല്ല. തീരുമാനങ്ങൾ എടുക്കുന്ന ആ പുരുഷനാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്, അവൻ്റെ അധ്വാനമാണ്. അതുകൊണ്ട് അവൻ പറയുന്നത് മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ എന്ന്. മലയാളത്തിൽ വന്നിട്ടുള്ളൊരു വെബ് സീരീസിൽ ഒരച്ഛൻ മകൾക്ക് പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രണയം ഞാൻ അംഗീകരിക്കില്ല, ആ ബന്ധം വേണമെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം, കാരണം ഇത് എൻ്റെ വീടാണ് എന്ന് പറയുന്നൊരു ഡയലോഗിലും മകൾ തിരിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെയും കൂടി വീടല്ലേ? അല്ല, നമ്മുടെ നാട്ടിൽ ഈ വീടുകളൊക്കെ പുരുഷന്മാരുണ്ടാക്കിയതാണ്. അത് പുരുഷന്മാരുടെ വീടുകളാണ്. അവിടെ അവരുടെ തീരുമാനങ്ങളേ ഉള്ളൂ. അവിടെ അവർ പോറ്റുന്ന ആളുകൾ അവർ പറയുന്നതനുസരിച്ച് ജീവിക്കണം. ഇന്ന് വിദ്യാഭ്യാസവും വിവരവും സ്വന്തമായി തീരുമാനമെടുക്കാൻ കപ്പാസിറ്റിയുമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ആരെങ്കിലും പോറ്റാൻ കൊണ്ടുപോകാൻ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല, വേറൊരാളുടെ വീട്ടിൽ താമസിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായി പണിയെടുത്ത് ഒരു ഹോം ലോണൊക്കെ എടുത്ത് ഒരു വീട് വെക്കാൻ ഇന്നൊരു പെൺകുട്ടി പ്രാപ്തയാണ്. രണ്ടാമത്തെ കാര്യം, കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും എത്തിയിട്ടുണ്ട്, ഒരു വിഭാഗം പുരുഷന്മാരും എത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ബഹുഭൂരിപക്ഷം പുരുഷന്മാരും എത്തിയിട്ടില്ല എന്നുള്ളതും ഒരുപക്ഷെ ആ പുരുഷന്മാരെ പോറ്റി വളർത്തിയിട്ടുള്ള ആ സ്ത്രീകളായിട്ടുള്ള അമ്മമാരായിട്ടുള്ള ആളുകളും എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വലിയ പ്രശ്നമാണ്. ഈ ഭാര്യാഭർത്തൃബന്ധം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, ലോകത്തുള്ള ഭാര്യാഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാതെ ജീവിച്ചിരുന്നു എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു കമ്പാനിയൻ ഉണ്ടാവുമ്പോൾ
അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇന്നിൻ്റെ പെൺകുട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. അയാൾ പറയുന്നതൊക്കെ കേട്ട് അയാൾ പറയുന്നതൊക്കെ അനുസരിച്ച് അയാൾ പേടിപ്പിക്കുമ്പോൾ പേടിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതിനും അപ്പുറത്തേക്ക് നമുക്ക് കോൺവെർസേഷൻസ് ആണ് ഉണ്ടാവേണ്ടത്. ആ കോൺവെർസേഷനുകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണെന്നും ഇതൊരു പാർട്ട്ണർഷിപ്പാണെന്നും ഇവിടെ നമ്മൾ ഫിനാൻഷ്യലി എടുക്കുന്ന തീരുമാനങ്ങളായാലും ഇമോഷണലി തീരുമാനിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാനുകളാണെങ്കിലും ഇവിടെ രണ്ടുപേരും ഒരുപോലെ കൺസിഡർ ചെയ്യപ്പെടണം, റെസ്പെക്റ്റ് ചെയ്യപ്പെടണം എന്നൊരു തിരിച്ചറിവ് ഈ സ്വന്തമായി അധ്വാനിക്കുന്ന കോൺഫിഡൻസ് ഉള്ള, പണ്ടാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയും ഭാര്യ എന്നാൽ ഓക്കെ എല്ലാം ഏട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നിടത്തു നിന്ന് എടോ എനിക്കതിൽ കുറച്ച് വിയോജിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു പെണ്ണായി ഇന്നത്തെ പെണ്ണ് മാറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ നാട്ടിലെ എത്ര പുരുഷന്മാർ തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഇനി അവരെ വളർത്തുന്ന അച്ഛനമ്മമാർ അതിനെത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കമ്പാനിയൻഷിപ്പിലേക്ക് തൻ്റെ മകനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു വലിയ ഫൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരുപാട് ചർച്ച നടന്നൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടികളെ കുറിച്ച് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞത് സ്വന്തമായി കഴിച്ച പാത്രം പോലും കഴുകി വെക്കാൻ മടിയുള്ള ആൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നാണ്. അതിൻ്റെ താഴെ ആരെക്കുറിച്ചാണോ ഈ പെൺകുട്ടി പറഞ്ഞത് അവൻ ഓടി വന്ന് കമൻ്റ് ഇട്ട് കയ്യടി വാങ്ങാൻ നോക്കിയ ആ കമൻ്റ് ഇങ്ങനെയാണ്: ആടി കഴിച്ച പാത്രം ഞാൻ കഴുകി വെക്കില്ല, അതെൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ കഴുകി വെക്കണം, ഞാൻ ഒരാണാടി എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ കമൻ്റ് ഇട്ടത്. അതിൻ്റെ ആർജവവും അതിന് കിട്ടിയ ലൈക്കും ഒക്കെ കാണുന്ന സമയത്ത് ഇതിങ്ങനെ ചിന്തിച്ചു പോകുന്ന ഞാനൊരാണായതുകൊണ്ട് ഇവിടെ ഞാനാണ് ഏറ്റവും മെയിനായിട്ടുള്ള ആൾ, എൻ്റെ കീഴിലാണ് പെണ്ണുങ്ങൾ നിൽക്കേണ്ടത്, എന്നെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെൺകുട്ടികളുടെ കടമയും കർത്തവ്യവും എന്ന് വിശ്വസിക്കുന്ന ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം അവൻ്റെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അവനെ സെർവ് ചെയ്യുന്ന സ്ത്രീകളെ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ, സെർവ് ചെയ്യപ്പെടുന്ന പുരുഷന്മാരെ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അവനെ മാറുന്ന പെൺകുട്ടികളുള്ള ഈ സമൂഹത്തിന് വേണ്ടി, പുതിയ ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതൊരിക്കലും ആ സ്ത്രീകളുടെ കുറ്റമായിട്ട് ഞാൻ പറയില്ല, അത് നിലനിന്നിരുന്നൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അതിവിടെ മാറി വരുന്നുണ്ടായിരുന്നു. അതറിയാതെ പോയിട്ടുള്ള കുറേ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒരു സൈഡിൽ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനിക്കാനും ഒക്കെ പറ്റുന്ന പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുന്നത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഈ കൊച്ചു പിള്ളേരുടെ അടുത്ത് മൈക്കും കൊണ്ടുപോയി ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ കൊച്ചു പിള്ളേരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാവിയിലെ ഈ ഭാര്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? മുല്ലപ്പൂവൊക്കെ ചൂടി വരുന്ന മറ്റേ നാണം കുണുങ്ങിയ തുളസി കതിരൊക്കെ ചൂടിയിട്ടുള്ള പെൺകുട്ടിയാണോ അതോ മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയാണോ? കൊച്ചു പിള്ളേർ പറയുന്നത് മുല്ലപ്പൂവൊക്കെ ചൂടി നാണം കുണുങ്ങി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന തുളസിക്കതിര് ചൂടിയിട്ടുള്ള ആ പെൺകുട്ടിയാണ് ആ കൊച്ചു പയ്യൻ്റെ മനസ്സിലുള്ളത്. അത് എവിടുന്ന് അവന് കിട്ടുന്നത്? അവൻ്റെ ചുറ്റും അവൻ കാണുന്ന സിനിമകളിൽ നിന്ന്, പരസ്യങ്ങളിൽ നിന്ന്, ഇൻസ്റ്റഗ്രാം റീലുകളിൽ നിന്ന്, അതുപോലെ തന്നെ അവൻ്റെ വീട്ടിലെ മാതൃകകളിൽ നിന്ന് ഒക്കെ നോക്കുമ്പോൾ നാണം കുണുങ്ങി അച്ഛൻ പറയുന്നത് കേട്ട് പേടിച്ച് അടുക്കളയിൽ ഇരിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് ഇസ് ബെസ്റ്റ്. കാരണം ആ പെണ്ണ് ഇവനെയും നന്നായി നോക്കുന്നുണ്ട്, ഇവൻ ഹാപ്പിയാണ്. അപ്പോൾ അത് തുടർന്ന് കിട്ടണം എന്നാഗ്രഹിച്ചിട്ട് കൊച്ചു പിള്ളേർ വരെ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഈ കുട്ടികളുടെ ഉള്ളിലുണ്ടാകുന്നൊരു വലിയ തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? അതായത് സ്വന്തമായി തീരുമാനങ്ങളില്ലാത്ത അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന മുല്ലപ്പൂവും തുളസിക്കതിരും മറ്റേ സാരിയൊക്കെ കൊടുത്തിരിക്കുന്ന ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവങ്ങളാണ്. അവിടെ നിന്നാണ് നമുക്ക് സ്നേഹം കിട്ടുക, കരുതൽ കിട്ടുക. എന്നാൽ അതേസമയം മോഡേൺ വസ്ത്രം ധരിക്കുന്ന, സ്വന്തമായി തീരുമാനമെടുക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ മൈൻഡ് ചെയ്യുക പോലുമില്ല. അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല, അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല, അവർ അഹങ്കാരികളായിട്ടുള്ള മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണ് എന്നാണ്. നമ്മൾ സീരിയലുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതാണ് സംഭവിക്കുന്നത്. ഈ സാരി ഉടുത്ത് മുല്ലപ്പൂവും തുളസിക്കതിരുമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവങ്ങളും. ഒരു ചുരിദാറെങ്കിലും ഇട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബമായിട്ട് ഒരു ബന്ധമില്ല. സ്വന്തമായി ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, സ്വന്തം കരിയറിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി. ഇനി കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ പാകത്തിന് അറിവൊക്കെ ഉണ്ടെങ്കിലും ഏട്ടാന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ കീഴിൽ നിന്നിട്ട് വിവരമില്ലാത്ത ഒരുത്തൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത് പോലും അതാണ് പെണ്ണിനഴക്. പെണ്ണിങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഈ കൊച്ചു കുട്ടികൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന മോഡലിലേക്ക് അവർ വളരുക? അവർ സബ്മിസീവായ സ്ത്രീകളെയല്ലേ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പെണ്ണിനെ കിട്ടാനല്ലേ ഇവർ കാത്തിരിക്കുന്നത്? നമ്മളിവിടെ ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സാരി ഉടുക്കുക, ചുരിദാർ ഇടുക, മോഡേൺ വസ്ത്രം എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് അത്തരം പ്രിഫറൻസുകളും ഉണ്ടാവാം. പക്ഷേ ഈ പ്രിഫറൻസുകളിലൊക്കെ പൊതിഞ്ഞ് പല ആളുകളും ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില തെറ്റായ ചിന്താഗതികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ നോക്ക്, അടക്കവും ഒതുക്കവുമുള്ള വീടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന, മറ്റേ നാണിച്ച് മാറി നിൽക്കുന്ന അങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ കിട്ടിയാണ്ടല്ലോ, ആ പയ്യനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലും സെലിബ്രേഷൻ എന്താണെന്ന് വെച്ചാൽ ലക്കി ഗൈ, അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം, നല്ലൊരു പെണ്ണിനെ കിട്ടി. എന്നാൽ അതേസമയം സ്വന്തമായി ജോലി ചെയ്യുന്ന, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന, കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റാരുടെ ഭാഗത്ത് കണ്ടാൽ പോലും അത് തുറന്നു പറയുന്ന, പിന്നെ സ്ത്രീകൾക്ക് സംസാരിക്കാൻ നിഷിദ്ധമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ ഇപ്പോഴും ആൾക്കാർ ചിന്തിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് വൻ കോമഡിയാണ്. പൊളിറ്റിക്സ് സംസാരിക്കുക, സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുക,
സംസാരിക്കുക, ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് ശക്തമായി വാദിക്കുക, ഇതൊക്കെ ചെയ്യുന്ന പെണ്ണിനെ കിട്ടിയുണ്ടല്ലോ, എടാ നീ തീർന്നിട്ടാ, നിൻ്റെ ലൈഫ് ഇടാ, നീ എന്താ ഇറ്റോണ് നിൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയത് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അങ്ങനെ പറയുന്ന പുരുഷന്മാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സ്ത്രീ ജനങ്ങളും അവരെങ്ങനെയാണ് നമ്മുടെ പുതിയ പുരുഷന്മാരെ ഒരു കമ്പാനിയൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീകളുള്ള ഈ ലോകത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ റീലില്ലേ, ആ റീല് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ പല കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യാം, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാം. നമ്മൾ അതിൽ നിന്ന് നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള റീലാണ്. അതിനകത്ത് തൻ്റെ എക്സ് കാമുകയെ കാണുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ സ്റ്റെപ്പിനി, ജാക്കി, അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞത് എന്ന് പറയുന്നത്, അതായത് യൂസ്ഡ്, സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ സ്ത്രീയെ ഒരു ശരീരമായി മാത്രമാണ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മളൊരു റിലേഷൻഷിപ്പിലിരുന്നു, ആ റിലേഷൻഷിപ്പ് നന്നായി പോയില്ല, എന്ത് കാര്യം കൊണ്ടും ആയിക്കോട്ടെ, ഈ പിരിഞ്ഞു പോകുന്ന ആളെ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുകയും ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു വസ്തു എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഏത് തരം മാനസികാവസ്ഥയാണ്? അങ്ങനെ ഒരു ഒബ്ജക്റ്റായി മാത്രം സ്ത്രീയെ നോക്കിക്കാണുന്ന പുരുഷൻ ഏത് തരം സ്ത്രീയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത്? അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഈ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ഒരു സെലിബ്രിറ്റി കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഗൗരി ലക്ഷ്മി, ഗായിക, മ്യൂസിക് ഡയറക്ടർ, അവരൊരു വിവാഹം കഴിച്ചു. അവരുടെ 2ാമത്തെ വിവാഹമാണ്. ആ 2ാം വിവാഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് അവരുടെ ആദ്യ ഭർത്താവ് ഉണ്ടായിരുന്നു. ചടങ്ങിൽ ഒരു നിറ സാന്നിധ്യമായിട്ട് നിന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ആ ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് ഹൃദയം തുറന്ന് ആശംസകൾ അറിയിച്ചു. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നത് മുഴുവൻ, അതായത് ഒരാൾ ചെയ്ത ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഒരു ബന്ധം അവസാനിച്ചു, ആ ബന്ധം അവസാനിക്കുമ്പോഴും അയാൾക്ക് ഇത്ര സ്നേഹത്തോടു കൂടി ആശംസകൾ നേർന്നുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ബന്ധം എത്ര മനോഹരമായിരുന്നിരിക്കും. ആ ബ്രേക്കപ്പ് പോലും എത്ര മനോഹരമായിട്ടായിരിക്കും, എത്ര അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ അഭിനന്ദിക്കുന്നതിന് പകരം, കാരണം ഇവിടെ പ്രണയം നിഷേധിച്ചു കഴിഞ്ഞാലും വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്നൊക്കെ അറിയിച്ചു കഴിഞ്ഞാലും കൊല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളുള്ള രാജ്യമാണ് നമ്മുടെ, അല്ലെങ്കിൽ ലോകമാണ് നമ്മുടെ. ഞാൻ പറയുന്നത് എല്ലാ ബ്രേക്കപ്പ് കഴിയുമ്പോഴും നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നല്ല. ചില ബ്രേക്കപ്പ് ഭയങ്കര സങ്കടകരമായിരിക്കും, ചിലതിനകത്ത് ചതി പോലെയുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ആ ബ്രേക്കപ്പിന് ശേഷവും സുന്ദരമായ ഒരു സൗഹൃദം തുടരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. മറ്റേ ആളെ ശരീരം എന്നതിനപ്പുറം വ്യക്തിയായി കാണുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ ഈ യൂസ്ഡ് കാറ് കൈമാറുമ്പോൾ ഫസ്റ്റ് ഓണർ ഉണ്ടാവുന്നത് നല്ലതാണ്, പിന്നെന്താണ് അവൻ ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞ് ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പോലും പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ മോശമായിട്ടുള്ള കമൻറ്റുകൾ വെച്ചുകൊണ്ടാണ്, അതായത് യൂസ് ചെയ്ത ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം അവിടെ ആ സ്ത്രീയെ നോക്കി കാണുന്ന കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സിൽ മുഴുവൻ. അതിട്ട് ലൈക്ക് വാങ്ങി കയ്യടി വാങ്ങിച്ചു ഭയങ്കര സന്തോഷമായിട്ട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ സ്ത്രീയെ നോക്കി കാണുന്ന ആളുടെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയെക്കുറിച്ച് മാത്രമല്ല, അവൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ പെണ്ണിനെക്കുറിച്ചും നമ്മളിവിടെ ടെൻഷൻ അടിക്കണം. കാരണം ആർക്കൊക്കെയോ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടികൾ മാത്രമാണ്, ആരെയൊക്കെയോ സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജീവികളാണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും തെറ്റിദ്ധാരണകൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന, ഇത്രയും മോശമായി സ്ത്രീകളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ വളരെ മാന്യമായി വന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന കുറേ ആളുകളും ഉണ്ട്. നമ്മൾ ഈ കാണാൻ പോകുന്ന റീലിൽ സ്ത്രീകളെ മോശമായി വാക്കുകൾ ഉപയോഗിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളിത് കേൾക്കണം. വൈഫിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളത് ആറ്റം ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക് ആണ്. അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു പാർട്ട്ണറുമായി ജീവിക്കുമ്പോൾ അയാളുമായിട്ടുള്ള കോൺവെർസേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആറ്റം ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതിനേക്കാൾ പ്രശ്നമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പോകുന്ന അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്നത് തന്നെ ഒരു ഗതികേടാണ്. അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ കോൺവെർസേഷൻ ഇപ്പോൾ ഞാനും വേറൊരാളും കൂടി സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നതും അയാൾ മനസ്സിലാക്കുന്നതും അയാൾ പറയുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നതിനും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടാവും. ആ ലെയേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പതിയെ സംസാരിച്ച് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് മനസ്സിലാക്കിയെടുക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എവളെന്തോ നീ പറയുന്നത്, ഇതിനെയൊക്കെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് പറയുന്ന ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയെ കളിയാക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന കയ്യടിയും രോമാഞ്ചവും ആ സാധനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കേട്ടത്. പ്രശ്നങ്ങൾ പ്രധാനമായും 3 എണ്ണമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ 3 എണ്ണമാണ്. നമുക്കൊന്ന് കേൾക്കാം. പീരിയഡ്സ്. പീരീഡ്സ് ഒരു സ്ത്രീ അനുഭവിക്കുന്നത്
ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നത് ഡിഫറെൻറ്റ് ലേയേഴ്സിലാണ്. വലിയ വേദനയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ അത് കടന്നു പോകുന്ന ആളുകളുണ്ട്. കടുത്ത വേദനയായിട്ട് എന്ന് വെച്ചാൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഹോർമോൺസ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൂഡ്സ് മാറുന്നതും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അത് ഓരോ സ്ത്രീക്കും വ്യത്യാസമായിരിക്കും. ഇവിടെ ചെയ്യുന്ന പരിപാടി അതിനെ ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ വന്ന് വളരെ ഇമോഷണലായി സംസാരിക്കുമ്പോൾ, ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ പീരീഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യത്തെ. എനിക്കിടാനൊന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നം, എനിക്കിടാനൊന്നുമില്ല. ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുക്കപ്പെടുന്നത് തന്നെ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെറിയ പ്രായം മുതൽ അങ്ങനെയാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ സ്ത്രീകളും അങ്ങനെ ഒരുങ്ങി പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ആയിരിക്കില്ല. ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആണ്. എന്നാൽ അതേസമയം എന്നും ഒരുങ്ങി പുറത്തു പോകുന്ന ഓരോ സമയവും ഒരുങ്ങി തന്നെ പോകണം. ഇപ്പം അൽമാരി തുറന്നു നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഇന്ന് ഇടാൻ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പരിതപിക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്, പേഴ്സണൽ പ്രിഫറൻസുകളാണ്. പക്ഷേ എല്ലാ സ്ത്രീകളുടെയും പ്രശ്നം ഇതല്ല. അതായത് വൈഫിനെ ഡീകോഡ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഈ വീഡിയോയിൽ ഇപ്പം ഇദ്ദേഹം പറയാണ് എൻ്റെ വൈഫിനെ ഞാനൊന്ന് ഡീകോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അയാളുടെ വൈഫിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊരു വീഡിയോ. പക്ഷേ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ 3 അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാര്യമാരുടെയും പ്രശ്നം 3 എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്തിട്ട് എനിക്കിടാൻ ഒന്നുമില്ല എന്ന് പറയുന്ന ആ പ്രശ്നത്തിന് നിങ്ങൾ മുന്നോട്ട് വെക്കരുത്. കടുത്ത തെറ്റിദ്ധാരണ. അതായത് പെണ്ണുങ്ങൾക്ക് ആകെ ഇത്രയും പ്രശ്നങ്ങളിടൂ, നിങ്ങളുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടന്റ് മാത്രമായിട്ട് ഇത് മാറുകയാണ്. നമ്പർ 3, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞ കാര്യമില്ലേ, ദിസ് ഈസ് എ വെരി സീരിയസ് ഇഷ്യൂ. അതായത് എല്ലാ സ്ത്രീകൾക്കുള്ള നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഒരു സ്ത്രീ പോട്ടെ, നിങ്ങൾ സ്ത്രീയൊക്കെ ഒന്നും വായിച്ച് ഒരു മനുഷ്യൻ പറയാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അയാൾ ചിന്തിക്കുന്ന പോയിൻ്റ് എവിടെയായിരിക്കും? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ പറയുന്ന ഭർത്താവ് മനസ്സിലാക്കുന്നില്ല എന്നവർക്ക് തോന്നുന്നുണ്ടാവും, മക്കൾ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടാവും. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് അവർ സീരിയസ് ആയി പറഞ്ഞ കാര്യങ്ങളെ ഒന്നും ഒരു പരിഗണനയും ഇല്ലാതെ ചിന്തിച്ചിട്ടുള്ള ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ മനസ്സിൽ കൂടി പോയി ഒരാൾ മുന്നോട്ട് വെക്കുന്ന മാനസികമായിട്ട് അയാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്താ എന്നെ ആരും മനസ്സിലാക്കാത്തത്? അതൊരാളുടെ ഹെവി ആയിട്ടുള്ള ഒരു ഇമോഷണൽ, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ സ്ത്രീകളുടെ 3 പ്രശ്നമുള്ളൂ. അതിൽ മൂന്നാമത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് അവരങ്ങ് പറയും. അത് അവരങ്ങ് പറയല്ല, അവർ എക്സ്പ്രസ് ചെയ്യാണ്. അതെന്താ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്? അതെന്താ നിങ്ങൾക്കൊരു കാഷ്വൽ പ്രശ്നമാകുന്നത്? ഈ ഡ്രസ്സ് ഇടാനില്ല എന്ന് പറയുന്ന പോലത്തെ പ്രശ്നം പോലെ നിങ്ങൾക്ക് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന പ്രശ്നത്തിനെ നോക്കി കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സ്ത്രീകളൊക്കെ കൂടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയാം, ഈ പുരുഷന്മാർക്ക് ആകെ 3 പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 പ്രശ്നം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു പുരുഷൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പുരുഷന്മാരുടെ മാരക പരിപാടിയായിരിക്കും. അതായത് ഒരു പുരുഷൻ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു, അവൻ കുട്ടിക്കാലം മുതൽ ഇത്രയും കഷ്ടപ്പെടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പിന്നെ കല്യാണത്തിന് ശേഷം ഇങ്ങനെയാണ്, അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതാവുന്നു, അവന് സ്വന്തമായി ഒരു പ്രിഫറൻസ് ഇല്ലാതെ ഭയങ്കര ഡയലോഗ് അടിയായിരിക്കും. ഇതെന്തോ സ്ത്രീക്കില്ലേ? ഒരു സ്ത്രീ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് വളർത്തപ്പെടുന്ന ഒരു പെൺകുട്ടി അവളുടെ കുട്ടിക്കാലം മുതൽ ഈ പറയുന്ന കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ അടുത്ത് ഇമോഷണലി ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് വരെയുള്ള എത്രയോ പെയിൻഫുള്ളായിട്ടുള്ള മെമ്മറീസിൻ്റെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അവർ ആസ്വദിക്കുന്നത് 2 കാര്യങ്ങളാണ്. സ്ത്രീകൾ ആസ്വദിക്കുന്ന 2 കാര്യം. ദേഷ്യത്തിലിരിക്കുന്ന ഹസ്ബൻഡിനെ അതും ഇതും പറഞ്ഞ് സമാധാനിപ്പിക്കുക. 2, സമാധാനത്തിലിരിക്കുന്ന ഹസ്ബൻഡിനെ അതും ഇതും പറഞ്ഞ് ദേഷ്യപ്പെടുത്തുക. ഭാര്യമാർ സന്തോഷം കണ്ടെത്തുന്നത് 2 കാര്യങ്ങളിലാണ്. ഏതാണ്? സന്തോഷമായിട്ടിരിക്കുന്ന ഭർത്താവിനെ കൺഫ്യൂഷനിലാക്കുക, ടെൻഷൻ അടിച്ചിരിക്കുന്ന ഭർത്താവിനെ ആശ്വസിപ്പിക്കുക. അതായത് ഈ ഭർത്താവിനെ ഇങ്ങനെ അയാൾ കടന്നു പോകുന്ന ഇമോഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടിപ്പിച്ച് അവൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കുക. അതായത് കല്യാണം കഴിച്ചാൽ എൻ്റെ പൊന്നു മോനെ നിൻ്റെ മനസ്സമാധാനം പോവും. ഈ പെണ്ണുങ്ങളുടെ കൂടെയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്നാ പാടാണെന്നറിയോ, കല്യാണം കഴിഞ്ഞ് ഇവളുമാർ നമ്മുടെ സ്വൈര്യം കെടുത്തും എന്ന് പറയുന്ന പടുകളവം വർത്താനമില്ലേ, അതിൻ്റെ മോഡേണൈസ്ഡ്, സിവിലൈസ്ഡ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറൈസ്ഡ് ഒരു വേർഷനാണ് നമ്മൾ ഈ കേട്ടത്. നിങ്ങളിതൊന്നും കേട്ട് പഠിക്കരുത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഭാര്യമാരെന്നല്ല, സ്ത്രീകൾ മൊത്തത്തിലുള്ള മനുഷ്യന്മാരൊക്കെ നമ്മളൊക്കെ ആസ്വാദനം കണ്ടെത്തുന്ന 100,000 കാര്യങ്ങളുണ്ട്. നിങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാർ, അതായത് സ്ത്രീകളെ, ഒരു ലിംഗത്തിൽപ്പെടുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അങ്ങ് ജഡ്ജ് ചെയ്തിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് വിടല്ലേ? പരിഹാരം ഒന്നാണ്, അവരുടെ പ്രശ്നങ്ങളെ ലോജിക്കായി ചിന്തിക്കുന്നതിന് പകരം ഇമോഷണലായി കാണുക. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളതല്ല, അടുത്തിരിക്കാനും കേൾക്കാനും ഫീൽ ചെയ്യാനും ഉള്ളതാണ്. അയച്ചു കൊടുക്കുന്നവർ സ്വന്തം റിസ്കിൽ അയച്ചു കൊടുക്കുക. ചാനലിനോ എനിക്കോ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. പരിഹാരം ഒന്നേ ഉള്ളൂ, അവരുടെ പ്രശ്നങ്ങളെ ലോജിക്കലായി ചിന്തിക്കാതിരിക്കുക. ഈ പ്രശ്നങ്ങൾ മറ്റേ അടുത്തിരിക്കാനും ഫീൽ ചെയ്യാനും ആശ്വസിപ്പിക്കാനും അങ്ങനെ കൂടെ ഇരുന്ന് ചുമ്മാ കേട്ടാൽ മതി എന്ന് പറയുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഈ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ
പലതരത്തിലാണ് നമ്മൾ പരിഹാരം ആഗ്രഹിക്കുക. ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും. ചുമ്മാ കേട്ടാൽ മതി, എനിക്കൊന്നും വേണ്ട. അതേസമയം നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയണം, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണം, അപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും. മറ്റൊരു പ്രശ്നം ഞാൻ നിങ്ങളോട് വന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ സൊല്യൂഷനാണ് തരേണ്ടത്. എടാ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ലോജിക്കൽ സൊല്യൂഷൻ ആവശ്യപ്പെടുന്നതാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യർക്ക് ഓരോ സമയത്തും ഉണ്ടാവുക. അല്ലാതെ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുഴുവൻ ലോജിക്ക് ആവശ്യമില്ലാത്ത ഇമോഷണൽ പ്രശ്നങ്ങൾ മാത്രമാണ്. അവരെന്തെങ്കിലും പ്രശ്നം വന്ന് പറയുമ്പോൾ ചുമ്മാ ഇരുന്നങ്ങ് കേട്ടുകൊടുത്താൽ മതിയെന്നേ എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ചുരുക്കി ചുമ്മാ കേട്ടിട്ട് അങ്ങ് വിട്ടാൽ മതിയേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പണ്ടേയുള്ള പരിപാടിയാണ്. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇതൊക്കെ വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് ലോജിക്കില്ലെന്നേ. പെണ്ണുങ്ങൾക്ക് ലോജിക്കില്ല. അവർ ഇങ്ങനെ ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് ചിരിക്കും, അത് അങ്ങനെ അങ്ങ് പോവും. നമ്മൾ അവരെ ലോജിക്കലി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവിടുന്ന് മാറി സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമുണ്ട്, ലോകപരിചയമുണ്ട്, ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ, അവർ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ എന്നെ ചുമ്മാ കേട്ടാൽ മതി, കാര്യം അവർക്ക് ആ സൊല്യൂഷൻ അറിയാം, അവർക്കത് പറയണം, വെൻറ്റ് ചെയ്യാന്ന് പറയും. ഇവിടെ ഇദ്ദേഹം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലെ പ്രശ്നം എന്ന് പറയുന്നത് അതിങ്ങനെ കേട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ സ്ത്രീകളെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു മാസ്റ്റർ കോഴ്സ് വന്നേക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഇതുപോലെ അല്ലാതെ ഭയങ്കര മോശമായി സംസാരിക്കുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. റിലേഷൻഷിപ്പ് കോച്ച് എന്ന് പറഞ്ഞിട്ടാണ് സ്വയം പരിചയപ്പെടുന്നത്. എടാ നീ നിൻ്റെ പെണ്ണുങ്ങളെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ അവളൊരു കൊച്ചു കുട്ടിയെ പോലെ അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി, വിവരമില്ലാത്തൊരു കുഞ്ഞ് പറയുന്നത് കേൾക്കുന്ന പോലെ നീ അങ്ങ് ഇരുന്ന് കേട്ടാൽ മതി, നിൻ്റെ ലൈഫ് സൂപ്പറാവും എന്ന് പറയുന്നൊരു അതിനുള്ള നമ്മൾ ഒരുക്കുന്നുണ്ട്. എല്ലാം സെറ്റാണ്. അപ്പം ആ വൃത്തികെട്ടവൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നിരുന്നത് ഇദ്ദേഹം പറയുകയാണ്. ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുള്ള തൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, LMSW എന്നാണ്. ഈ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്നതിന് ആകപ്പാടെ വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര ആളുകൾക്കുണ്ടാവും. മാത്രമല്ല ഇത്രയധികം ഫോളോവേഴ്സുള്ള 1.3 മില്യൺ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഇയാൾ പറയുന്നതിൽ എന്തോ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ചിലപ്പോൾ ഉള്ളത് എന്തെങ്കിലും പുള്ളി പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ സ്ത്രീകളെക്കുറിച്ച്, എസ്പെഷ്യലി ഭാര്യയായിട്ടുള്ള സ്ത്രീയെ പുരുഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഏറ്റവും വേഴ്സ് സിറ്റുവേഷനാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ജെൻഡറിനെ ഇങ്ങനെ ജനറലൈസ് ചെയ്യരുത്. ആളുകളുടെ പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യരുത്. അവരുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസിനെ ജനറലൈസ് ചെയ്യരുത്. അതാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹം. ഒരു സ്ത്രീ നിങ്ങളോട് വന്നൊരു പ്രശ്നം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ലോജിക്കൽ സൊല്യൂഷൻ ആവശ്യമായിരിക്കും. അവിടെ നിങ്ങൾ കൂടെ ഇരുന്നാൽ മതി, ചുമ്മാ കേട്ടാൽ മതി. എത്ര നേരം സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നം ഈ സ്ത്രീ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയും. അവർക്ക് ലോജിക്കൽ സൊല്യൂഷൻ വേണ്ട സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക. ഇത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷന് വരുമ്പോഴും അങ്ങനെയാണ്. പുരുഷന് മാത്രം ലോജിക്, സ്ത്രീക്കുള്ളത് മുഴുവൻ ഇമോഷണൽ എന്ന് പറഞ്ഞ് ലോജിക്കില്ലാത്ത ജീവികളായിട്ട് നിങ്ങൾ വീണ്ടും സ്ത്രീകളെ ഇങ്ങനെ അവതരിപ്പിക്കില്ലേ. ഇനി ഈ ഉപദേശിച്ചിട്ടുള്ള റീലില്ലേ, ഇതേ ലോജിക്ക് അപ്ലൈ ചെയ്യരുതേ എന്ന് അപേക്ഷിക്കാൻ തോന്നുന്നൊരു സിറ്റുവേഷൻ പറയാം. ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭാര്യ താമസിക്കുന്നത്. അവിടെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെ രണ്ടുപേർക്കും ജോലിയുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ്, എടോ നമുക്കൊന്ന് മാറി താമസിക്കാം, നമ്മുടേതായിട്ടുള്ളൊരു ഫ്ലാറ്റോ വീടോ, നമുക്ക് നമ്മുടെ ഒരു സ്പേസ് വേണ്ടേ, നമ്മളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഈ ഭാര്യ പറയുന്ന സമയത്ത് ഭർത്താവ് ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഇമോഷണലിയോ? അങ്ങനെ ഇമോഷണലി ആണെങ്കിൽ ഈ ഭർത്താവ് എന്തായിരിക്കും ചിന്തിക്കുക? അവൾ ചിലപ്പോൾ അമ്മയായിട്ട് എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ പറയുന്നതാണ്. നമ്മളിപ്പോൾ അതിങ്ങ് ഇരുന്ന് കേട്ട് കൊടുക്കുക. അതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും പതിവ് പോലെ, അതായത് അവൾ പറയുന്നതിന് ലോജിക്കൽ സൊല്യൂഷൻ, മാറി താമസിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്പേസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്ന് പറയുന്ന ഒരു ലോജിക്കൽ കാര്യവുമില്ല. ഇമോഷണലി അവൾ അമ്മയായിട്ട് വഴക്കിട്ട് അവൾക്കൊരു വിഷമമുണ്ട്, അവളതങ്ങ് പറഞ്ഞു തീർക്കുന്നു, അതിനത്രയേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ആ സിറ്റുവേഷനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് എന്താണെന്നറിയോ, പണ്ട് മുതലേ സിനിമകളിലടക്കം നമ്മൾ കാണുന്ന ഈ അടുത്ത കാലത്ത് പോലും ചില ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അതായത് ഈ അമ്മായിയമ്മ, അതായത് ഭർത്താവിൻ്റെ അമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് പകലാണെങ്കിൽ അമ്മായിയമ്മ ഉണർന്നിരിക്കുകയല്ലേ, ഭാര്യയായിട്ട് വഴക്കുണ്ടാവുന്ന സമയത്ത് അമ്മായിയമ്മയുടെ കൂടെ നിൽക്കും. അതായത് സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കും, ഭാര്യ പറയുന്നതിന് വലിയ വില കൊടുക്കില്ല. അതിനുശേഷം എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് രാത്രി ഈ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് മുറിയിലാവുമ്പോൾ ഭാര്യയുടെ സൈഡ് നിൽക്കുക, എടോ നീ പറഞ്ഞൊക്കെ ശരിയാടോ, പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീയല്ലേ, പിന്നെ അവർ വളർന്നു വന്നൊരു സാഹചര്യമൊക്കെ പരിഗണിച്ചിട്ട് നീ അതങ്ങ് വിട്ടേക്ക്, അതങ്ങ് ക്ഷമിച്ചു കൊടുക്ക് എന്ന് പറയുന്ന രീതിയിൽ ഭാര്യയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു പുറത്തിറങ്ങുമ്പോൾ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയോ, ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽപ്പെട്ട് ഞാൻ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ഈ പുരുഷനോട് പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് വ്യക്തിപരമായോ ആശയപരമായോ എന്തിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടോ അതല്ല സ്വന്തമായ ഒരു സ്പേസ് വേണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്തോ നമുക്ക് മാറി താമസിക്കാമെന്ന് പറയുമ്പോൾ
ഇയാൾ ഇവിടെ ചെയ്യുന്നത് വെറുതെ ഇമോഷണൽ, അത് ചുമ്മാ ഇമോഷൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് കരുതി അതിനെ അങ്ങ് കേൾക്കുക എന്നിട്ട് വിടുക എന്നുള്ളതാണ്. എന്നിട്ട് ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാൽ, ഒരു വലിയ വഴക്കായി കഴിഞ്ഞാൽ ഉടനെ അടിക്കുന്ന അടുത്ത ഡയലോഗ്, എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിൽ പിരിക്കാൻ നോക്കുകയാണ് അവൾ പൂതനയാണ്, അവൾ യക്ഷിയാണ് എന്ന് പറയുന്ന ഡയലോഗും കൂടി പറയും. ഇതൊക്കെ പറയുന്ന കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇയാളുടെ മുന്നിൽ അവതരിപ്പിച്ച്. അതൊരു ലോജിക്കൽ സൊല്യൂഷൻ വേണ്ടുന്ന, പ്രാക്ടിക്കൽ സൊല്യൂഷൻ വേണ്ടുന്ന കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ അത് മുഴുവൻ കേട്ടോണ്ടിരുന്നിട്ട് വീണ്ടും തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് അത് അയാൾ ആ സ്ത്രീയോട് ചെയ്ത തെറ്റല്ലേ? ആ തെറ്റിനെയല്ലേ ഇവിടെ നോർമലൈസ് ചെയ്യുന്നത്, അതിനെ വളരെ ജനറലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നത്? അപ്പോൾ ഇത് കൂടുതൽ വലിയ തെറ്റല്ലേ? ഈ കണ്ടന്റ് ക്രിയേറ്റർ അടക്കം സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളിങ്ങനെ പുരുഷന്മാരിങ്ങനെ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അവർ പറയുന്നത് മുഴുവൻ തെറ്റാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കൂ എന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ സിനിമയുടെ റിവ്യൂവിൽ പറയുന്ന അതേ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് സ്ത്രീകൾ എങ്ങനെയാണ്, പുരുഷന്മാരെങ്ങനെയാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾ മുഴുവൻ ജനറലായിട്ട് ഇങ്ങനെയാണ്, പുരുഷന്മാർ മുഴുവൻ ജനറലായിട്ട് ഇങ്ങനെയാണെന്നല്ല. ഓരോ വ്യക്തികളും എങ്ങനെയാണെന്നറിയാൻ നമ്മൾ അവരുമായിട്ട് അടുത്തിടപഴകുമ്പോൾ മാത്രമേ അത് സാധിക്കുള്ളൂ. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പുരുഷ സൗഹൃദങ്ങളും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാക്കുക. ആണുങ്ങൾ മുഴുവൻ ഇങ്ങനെയാണെന്നും പെണ്ണുങ്ങൾ മുഴുവൻ ഇങ്ങനെയാണെന്നും പഠിച്ചെടുക്കുന്നതിന് പകരം മനുഷ്യന്മാരിങ്ങനെയാണ്, മനുഷ്യരിൽ ഇന്ന വ്യത്യാസ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ, അവർ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട സൊല്യൂഷൻസ് ഡിഫറെൻ്റാണ്, അവരാഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽസ് ഡിഫറെൻ്റാണ്. അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക. റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയി കുമ്പിട്ട് വണങ്ങുക എന്നുള്ളതല്ല. റെസ്പെക്റ്റ് പോലും ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന വ്യത്യസ്ത തരത്തിലാണ്. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്നോട് റെസ്പെക്റ്റ് ഉള്ള ഒരാൾ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് ഓക്കെയാണ്, എനിക്ക് അതുപോലും വേണമെന്നില്ല. അയാളുടെ ഉള്ളിൽ എന്നോട് റെസ്പെക്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എന്നെ അപമാനിക്കാത്തടത്തോളം ദാറ്റ് ഈസ് ഓക്കെ ഫോർ മീ. പക്ഷേ ചില ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുക, ചിലപ്പോൾ എണീറ്റ് നിന്നാലേ റെസ്പെക്റ്റ് മനസ്സിലാവുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ അമ്മാതിരി ഇൻഫിനിറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവരാഗ്രഹിക്കുന്നതും പ്രിഫർ ചെയ്യുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പഠിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ ഇങ്ങനെയാണ്, അവരുടെ നീഡ്സ് ഇത്രയേ ഉള്ളൂ, അതിന് ഇങ്ങനെ മാത്രം നമ്മൾ കണ്ടാൽ മതി എന്ന് പഠിച്ചു വെക്കുന്നിടത്താണ് പെണ്ണ് കിട്ടാത്തവന്മാർക്ക് പെണ്ണ് കിട്ടാതാവുന്ന സാഹചര്യം കൂടുതൽ പ്രശ്നകരമാവുന്നത്. ഒരാണായാൽ നീ ഇതൊക്കെ പഠിച്ചേ പറ്റൂ അല്ലെങ്കിൽ തിരുത്തിയേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ള ക്ലാസ് എടുപ്പൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ചുറ്റും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ ജീവിത നിലവാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു 10 കൊല്ലം മുമ്പുണ്ടായ മാറ്റങ്ങളുടെ തോത് വെച്ച് നോക്കുമ്പോൾ വളരെ റാപ്പിഡായിട്ടാണ് മാറുന്നത്. ആ മാറ്റങ്ങളെ മനസ്സിലാക്കാനും മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ തന്നെ ഷെയ്പ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പിന്നോട്ട് നിൽക്കും. ലോകം മുഴുവൻ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ പിന്നിലായിപ്പോവും. അങ്ങനെ പിന്നിൽ നിൽക്കുന്ന ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു പെൺകുട്ടി, ഞാൻ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളെ ധരിക്കുള്ളൂ, എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് തിരിച്ചു വരണം, അങ്ങനെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ താഴെ വന്ന കമൻസ് എന്ന് പറയുന്നത് അവളെ ഏറ്റവും മോശക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കമൻറ്റാണ്. അതായത് നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളെയൊക്കെ അടക്കി നിർത്താൻ നമുക്കറിയാമെന്ന് പറയുന്ന അത്തരം ചൊവ്വയിലുള്ള കമൻറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, മേ ബി ചില ആളുകൾക്ക് ട്രിഗർ ആയേക്കാം, എന്നോട് ക്ഷമിക്കുക, എൻ്റെ കയ്യിലെങ്ങാനുമാണ് ഇവളെ കിട്ടുന്നതെങ്കിൽ ഇവൾക്ക് മുള്ളാൻ പോലും ഞാൻ സമയം കൊടുക്കില്ല എന്ന് പറയുന്ന ആ കമൻറ്റാണ്. ആ കമൻറ്റിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെക്ഷുവലി അവളെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കും, അവൾക്ക് മുള്ളാൻ പോകാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അവളെ ഞാനിങ്ങനെ അടക്കി നിർത്തും എന്ന് പറയുന്നതാണ്. അതിൻ്റെ താഴെ ഈ കമൻ്റ് ഇട്ടവന് നല്ലൊരു റിപ്ലൈ കിട്ടുകയുണ്ടായി. നീ നിൻ്റെ കഴിവ് ഒരു വട്ടം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മൂത്രമൊഴിക്കാനെന്നല്ല, അവൾക്ക് പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം തിരിച്ചു വരാനുള്ള സമയം കിട്ടും, അപ്പോഴും നീ ഉപയോഗിച്ച സാധനം നിനക്ക് തിരിച്ച് പൊക്കിയെടുക്കാൻ പറ്റില്ല എന്നാണ്. ആ യാഥാർത്ഥ്യമൊന്നും ഇവിടുത്തെ വിഷയമല്ല. ആ പെണ്ണിനെ സെക്ഷുവലി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവളെ പണ്ടത്തെ പഴയ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ എൻ്റെ അടുത്ത് സൂക്ഷിച്ചും കണ്ട് നിന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ പച്ചമാങ്ങ തീറ്റിക്കും, 10 മാസം നിന്നെ ഞാൻ എണീപ്പിച്ച് നടത്തിക്കില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പെൺകുട്ടികളെ അവളെ അങ്ങ് ഗർഭിണിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവളെ എന്ത് ചെയ്യാനാണെന്ന് പറയുന്ന അത്തരം റീലുകൾ വരെ ഈ അടുത്ത കാലത്തും സംഭവിക്കുന്നുണ്ട്. സോ സെക്ഷുവലി ഫിസിക്കലി നമുക്ക് തളച്ചിടാൻ പറ്റുന്ന, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ കൺട്രോൾ ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ല പുരുഷന്മാരും ആക്രമിക്കപ്പെടുകയാണ്. ആ കൺട്രോൾ നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ ഒരാണല്ല എന്ന് പറയുന്നൊരു വ്യംഗ്യാർത്ഥവും ഇതിൻ്റെ ഇടയിലുണ്ട്. ഭാഗ്യലക്ഷ്മി പറഞ്ഞ ആ പഴഞ്ചൊല്ലില്ലേ, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം. അതായത് അവൾ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ ഒതുക്കും, അതിനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റാണത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നും ഈ ലോകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് എനിക്കിപ്പോൾ കല്യാണം വേണ്ട, അല്ലെങ്കിൽ എൻ്റെ പ്രിഫറൻസുകൾക്ക് യോജിച്ച് വരുന്ന ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊരു പെൺകുട്ടി തീരുമാനിക്കുന്നത്. അവിടെ നമ്മളൊരു നല്ല പാർട്ട്ണറാണ്, നല്ലൊരു കമ്പാനിയൻ ആയിരിക്കും എന്ന തോന്നലുണ്ടാവുമ്പോഴേ നമ്മൾ ആ കമ്പാനിയൻഷിപ്പ് ഏൺ ചെയ്യുള്ളൂ. കുറേ ആൾക്കാരുടെ വിചാരമാണ് ഒരാൾ അധികാരത്തിലിരിക്കണം, ഒരാൾ പവറിൽ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ കൺട്രോൾ ചെയ്യണം, അപ്പോഴേ ബന്ധങ്ങൾ നിലനിൽക്കുള്ളൂ എന്ന്. പക്ഷേ
ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് അധികാരത്തിലല്ല, മ്യൂച്വൽ റെസ്പെക്റ്റിലാണ്. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതൊരാൾ ഡിമാൻഡ് ചെയ്യുന്നതിനെ ഒരു കുഴപ്പമായി കാണുക, അതിനെ കുറ്റപ്പെടുത്തുക. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നെയും കൂടി റെസ്പെക്റ്റ് ചെയ്യുന്ന, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ എന്നെയും കൂടി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ മതി എൻ്റെ ജീവിതത്തിൽ എന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിനെ കുറച്ച് കാണുക, കൊച്ചാക്കി കാണുക, കുറ്റപ്പെടുത്തുക, കളിയാക്കുക എന്ന് പറയുന്നത്, അതൊക്കെ കാണുമ്പോൾ പറയാൻ തോന്നിയത്രേ ഉള്ളൂ. വെറുതെ ഒന്നുമല്ല നിങ്ങൾക്ക് നല്ല സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും അത് നിലനിർത്തുകയും ചെയ്യാൻ പറ്റാത്തത്. മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള കമ്പാനിയൻഷിപ്പ് വേണ്ടെടുത്ത് എൻ്റെ കയ്യിൽ 1 കിലോ അധികാരബോധമുള്ള ഭർത്തൃത്വമുണ്ട്, എനിക്കൊരു ഭാര്യയെ വേണം എന്ന് അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ ഇച്ചിരി പാടാ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.